BJP ഭരിക്കുന്ന തലസ്ഥാന കോർപ്പറേഷൻ BJPക്ക് തന്നെ പിഴയിട്ട് വിവാദമായത് ദിവസങ്ങൾക്ക് മുൻപാണ്. കാര്യമെന്തെന്ന് ചോദിച്ചാൽ തലസ്ഥാന നഗരത്തിൽ പോലും ഹൈക്കോടതി ഉത്തരവുകൾ ലംഘിച്ച് ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയതാണ്. പക്ഷേ ഈ വകയിൽ തിരുവനന്തപുരം കോർപ്പറേഷന് ലഭിക്കാനുള്ള തുക കേട്ടാൽ ഞെട്ടും. 40 ലക്ഷം രൂപ. സംസ്ഥാനത്തെ പ്രധാന പാർട്ടികളിൽ നിന്നും പിഴ ഈടാക്കുന്നതിൽ കോർപ്പറേഷന് മടിയുണ്ടോ എന്ന് പൊതുജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാണാം നിയമലംഘനത്തിൽ ഒറ്റക്കെട്ടോ. ഫ്ലെക്സ് ബോർഡ് വിവാദം ഹൈക്കോടതി കയറിയതാണ്. തലസ്ഥാന നഗരിയിൽ പോലും നിയമങ്ങൾ പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ വടിയടിക്കേണ്ടി വരുമെന്നായിരുന്നു ഹൈക്കോടതിയുടെ താക്കീത്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്നത് ഉത്തരവാദിത്വമുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ഫ്ലക്സ് കമ്പനികൾ ഡയറക്റ്റ് വെച്ച ഫ്ലക്സുകൾ ഫുട്പാത്തിൽ വെച്ചു എന്നുള്ളത് അത് ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ അത് മാറ്റി മേയർ എന്നെ വിളിച്ചു. ഇതിനേക്കാളും റോഡ് മൊത്തം കെട്ടിയടച്ച് പൊതുയോഗങ്ങൾ നടന്നിട്ടും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ. അതൊന്നും BJP ചെയ്തിട്ടില്ല. അത്തരം കാര്യങ്ങളും ചെയ്തിട്ടില്ല. അത് കൂട്ടു നിൽക്കുകയില്ല. പ്രധാനമന്ത്രിയുടെ വരവിന് പിന്നാലെ തലസ്ഥാന നഗരിയിൽ അനധികൃതമായി ഫ്ലെക്സ് ബോർഡ് വെച്ച BJP ഭരിക്കുന്ന കോർപ്പറേഷൻ തന്നെ പിഴ ഈടാക്കിയതിന് BJP ജില്ലാ പ്രസിഡന്റിന്റെ മാസ് ഡയലോഗായിരുന്നു ഇത്. എന്നാൽ കാര്യങ്ങൾ ഡയലോഗിൽ മാത്രം ചുറ്റിത്തിരിയുകയാണ്. കോർപ്പറേഷൻ പിഴ ചുമത്തിയതിനെ ധീര നിലപാടെന്നൊക്കെ വിശേഷിപ്പിച്ചെങ്കിലും ഇതുവരെ BJP ജില്ലാ കമ്മിറ്റി പിഴയടച്ചിട്ടില്ല. ഇത് BJPയുടെ മാത്രം കാര്യമല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ഈ ഇനത്തിൽ നഗരസഭയ്ക്ക് ലക്ഷങ്ങൾ പിഴയായി അടയ്ക്കാനുണ്ട്. അത് വാങ്ങിയെടുക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് നഗരസഭാ ഭരണസമിതി തന്നെയാണ്. ഇടതുമുന്നണി ഭരിക്കുമ്പോഴാണ് CPM ഏരിയ സമ്മേളനങ്ങളുടെ പ്രചരണാർത്ഥം നഗരത്തിൽ അനധികൃതമായി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് CPM ജില്ലാ കമ്മിറ്റിക്ക് 12.5 ലക്ഷം രൂപയുടെ പിഴ നോട്ടീസ് നൽകിയത്. ഒരു വർഷത്തോളം പിന്നിട്ടിട്ടും തുക അടയ്ക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. പിഴ ഈടാക്കാൻ കോർപ്പറേഷനും നടപടി സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ബോർഡുകളും കൊടികളും സ്ഥാപിച്ചതിന് CPIക്ക് 5 ലക്ഷം രൂപ പിഴയിട്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. വിവിധ പരിപാടികളുടെ പ്രചാരണത്തിന് ബോർഡുകളും കൊടികളും സ്ഥാപിച്ച വകയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും കോർപ്പറേഷൻ ഒട്ടേറെ തവണ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതും പാർട്ടി ഗൗരവമായി കണ്ടിട്ടില്ല. പിഴയും അടച്ചിട്ടില്ല. സർക്കാർ പരിപാടികളുടെ ഭാഗമായുള്ള ഫ്ലെക്സ് അനധികൃതമായി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട PRDയും പിഴ നൽകാനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂറ്റൻ ബോർഡ് സെക്രട്ടേറിയറ്റ് കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിൽ സ്ഥാപിച്ചതിന് സെക്രട്ടേറിയറ്റ് എംപ്ലോയി അസോസിയേഷനും പിഴയിട്ടിരുന്നു. ബോർഡ് അവിടെ നിന്ന് മാറ്റാൻ ചിലവായ തുക ഉൾപ്പെടെ അവരുടെ കയ്യിൽ നിന്ന് കോർപ്പറേഷൻ ഈടാക്കി. പക്ഷേ ഈ ഒരു ശുഷ്കാന്തി പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പിഴ ഈടാക്കാൻ നഗരസഭാ ഭരണസമിതി കാണിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ പിഴയടയ്ക്കാനുള്ള നോട്ടീസ് കോർപ്പറേഷൻ നൽകിയതിൽ പിഴയടച്ചത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മാത്രമാണ്. മാറേണ്ടത് മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം പ്രവർത്തനങ്ങളാണ്. ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.